എനിക്കിന്ന് ഈ ഒരു ആശയം പങ്കുവെക്കാനുള്ളത് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞേക്കണ കുട്ടികളോടും അവരുടെ പാരൻസിനോടാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 2 കൂട്ടരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളെടുത്ത് പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞേക്കണ കുട്ടികളാണെങ്കിൽ +2-ന് ശേഷം എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊണ്ടിട്ട് വേണം 10ാം ക്ലാസ് കഴിയുമ്പോൾ +2-ലോട്ടുള്ള കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ തന്നെ +2 കഴിഞ്ഞേക്കണ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ +2-ന് ശേഷം നമ്മൾ എന്താണോ പഠിക്കാൻ പോണത് ആ കോഴ്സ്, ആ ഒരു ഡിഗ്രി ആയിരിക്കും നമ്മൾ ഭാവിയിലോട്ട് ചെയ്യാൻ പോണ ജോലി. ഇപ്പം അത് നേഴ്സിംഗ് പഠിക്കുന്ന ആൾ നേഴ്സായിട്ട് തന്നെ ആയിരിക്കും ജോലി ചെയ്യാൻ പോണം. ഒരു ഡിഗ്രി അക്കൗണ്ടൻറ്റ് പഠിക്കുന്ന ആൾ അയാൾ അക്കൗണ്ടൻറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പം നേഴ്സിംഗ് നമ്മൾ അഡ്മിഷൻ നോക്കി കേരളത്തിൽ, പക്ഷെ നമുക്ക് കിട്ടാനുള്ള എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പോയിട്ട് എൻജിനീയറിംഗ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേഴ്സിംഗ് തന്നെ പരമാവധി കേരളത്തിൽ കിട്ടാൻ നോക്കുക. കിട്ടിയില്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പോയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇഷ്ടങ്ങൾ വളർത്താൻ ശ്രമിക്കുക. ആ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ ഒട്ടനവധിയുണ്ട്. പരമാവധി അന്വേഷിക്കുക, അങ്ങനത്തെ കോഴ്സുകൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫോട്ടോഗ്രാഫി, സിനിമ എന്നൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കും ഒട്ടനവധി പഠിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ പാരൻസും കുട്ടികളെ ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യണം. ഇപ്പോൾ വേറെ കുട്ടികൾ പല കോഴ്സിനും പോയെന്ന് പറഞ്ഞാൽ അതിന് തന്നെ കോച്ചിങ്ങൾ ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൊച്ചുങ്ങളുടെ കഴിവ് മനസ്സിലാക്കി പാരൻസ് അതിനെ തന്നെ വിടാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഫോളോ യുവർ പാഷൻ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ എല്ലായിടത്തും, ലോകത്തും മൊത്തം നിങ്ങൾ പഠിക്കണ കോഴ്സുകൾക്ക് ജോലി സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും.